ഈ ചക്കക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ചക്കടയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കൂ. അപ്പോൾ നമ്മൾ ചക്ക വരട്ടി വെച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമല്ലോ ചക്ക വരട്ടിയത്. ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് ചക്ക വരട്ടിയത് എടുത്തിട്ട് അല്പം ചക്ക അട ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക അടയാണ്. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചക്കയുടെ, അതായത് പ്ലാവ് ഇലയിൽ തന്നെയാണ്. അതായത് അച്ഛമ്മ പറയാറുണ്ട്, പ്ലാവിൻ്റെ സാധനങ്ങൾ, അതായത് ചക്കയെ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ പ്ലാവിലയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതും ടേസ്റ്റും. അപ്പോൾ നമുക്ക് നോക്കാം, ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ്, അതായത് 400 ഗ്രാം ഉണ്ട്. 400 ഗ്രാം പുട്ടുപൊടിയാണ്. അത് നമുക്ക് ഒരു അല്പം തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഈ ചക്ക ഇത് വരട്ടിയത് നമ്മൾ നേരത്തെ വരട്ടി വെച്ചുകൊണ്ട് അത് തണുത്തിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ വേണം കുഴയ്ക്കാൻ. ഇതൊരു 300 ഗ്രാം ഉണ്ട്. നമുക്ക് ഈ ചക്ക വരട്ടിയത് ഈ പുട്ടുപൊടിയിലേക്കിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഏത് മധുര സാധനം ഉണ്ടാക്കുമ്പോഴും നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കും. 1/2 സ്പൂൺ ഉപ്പും ഒരു നാളികേരം ചിരവിയത്, ഒരു ഫുൾ നാളികേരം ചിരവിയതും കൂടി മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഈ കൂട്ടിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ശർക്കരയോ ഏലക്കപ്പൊടിയോ ഒന്നും കൂട്ടേണ്ടി വന്നിട്ടില്ല. അതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഈ ശർക്കര ഇത് ചക്ക വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് കൂട്ട് റെഡിയായി. ഇതിൽ നമുക്കൊരു കുറേശ്ശെ എടുത്ത് ഈ പ്ലാവിലയിൽ ഇങ്ങനെ പൊതിയണം. ഇങ്ങനെ പൊതിഞ്ഞ് ഇതിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ, ഇങ്ങനെ ഈ തണ്ടിനെ കൊണ്ട് തന്നെ ഒരു ഹോൾ ഇവിടെ ഉണ്ടാക്കി കുത്താം. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് ചക്കട. ഇത് ഇതിനകത്തേക്ക് തന്നെ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിനി വേറൊന്നും വേണ്ട, അത് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച്, അതായത് ഒരുപാട് വേണ്ടല്ലോ, കുറേശ്ശെ വെച്ച് ഇങ്ങനെ ചുരുട്ടി ഇതിൻ്റെ ഈ വാല് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി അങ്ങനെ നമുക്ക് ഈ അടയെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ അടയെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് വെള്ളം തിളച്ചു ഇഡ്ഡലി കുക്കറിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. എല്ലാം പരത്തി വയ്ക്കാം. ഇത് വഴനയിലയിൽ ഉണ്ടാക്കും. വഴന എന്ന് പറയുന്നത് ഇലമംഗലം എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ഇലമംഗലം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ വഴന എന്ന് പറയും. ആ ഇലയിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക മണമാണ്. പിന്നെ വാഴയിലയിൽ ഉണ്ടാക്കും. പിന്നെ ഈ വട്ടയില പൊടുവണ്ണി എന്ന് പറയും, വട്ട എന്നൊക്കെ പറയുന്ന വട്ടത്തിലുള്ള ഒരു ഇല അല്ലേ, അതിലുണ്ടാക്കും. തേക്കിൻ്റെ ഇലയിലുണ്ടാക്കും. അതൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇലയ്ക്കും അതിൻ്റേതായ ഔഷധ ഗുണമുണ്ട്. പക്ഷേ പ്ലാവിൽ നിന്നുണ്ടാക്കിയ ചക്ക വരട്ടിയതിൽ നിന്ന് പ്ലാവിൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഹെൽത്തി ആയിരിക്കും അത്. അപ്പം എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാം പെറുക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ആവി കയറ്റാം. 10 മിനിറ്റായി. അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം വെന്തോന്ന്. ഓക്കെ, ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് 400 ഗ്രാം പൊടിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. 400 ഗ്രാം പൊടിയിൽ നിന്ന് നമ്മൾ 32 അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പം റെഡിയായി. നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കാം ടേസ്റ്റ് ഉണ്ടോയെന്ന്. സൂപ്പറാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഒന്നുണ്ടാക്കി നോക്കണം. ആദ്യം ചക്ക വരട്ടാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ചക്ക
നന്നായിട്ട് വേവിച്ച് നമ്മളെ പകുതി ഒരു 3/4 ഭാഗം ആവുന്ന അത്രയും ആക്കി അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് സൂക്ഷിക്കാൻ അങ്ങനെ ഒരുപാട് വരട്ടി വെക്കണമെന്നില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് വഴണയിലയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. വാഴയിലയിലിട്ടാലും വേറെ ടേസ്റ്റ്, പക്ഷേ പ്ലാവിലയിലിട്ടാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.